അടിച്ചോ ഇവര്? പിന്നെ നീ എന്താ ഗൗനിക്കാത്തത്? സ്വർണ്ണക്കടയിലും തുണിക്കടയിലും ഒന്നും ബിസിനസ് നടക്കുന്നില്ല, മൊത്തം ഡള്ള. ബ്രിട്ടീഷുകാരന്റെ കാലത്ത്, that is before 1947, सरा मेहरबानी करते टाउन हॉल रोड में एक छोटा सा दुकान डालने के लिए जगह दो साहब. राजस्थान से सारे ऊंट बेच के आए हूं मैं साहब. प्लीज साहब, प्लीज प्लीज प्लीज. എങ്ങനെയെങ്കിലും ടൗൺ ഹോൾ റോഡിൽ ഒരു കട നടത്താനുള്ള സ്ഥലം തരണം സാർ. രാജസ്ഥാനിൽ നിന്ന് ഒട്ടകം തൊട്ട് എല്ലാം വിറ്റിട്ട് വന്നിരിക്കുക സാർ. പ്ലീസ് സാർ, പ്ലീസ് പ്ലീസ്. കാല് നക്കിയില്ലടാ നീ. കർച്ചീഫ് കട വയ്ക്കാൻ 2 അടി സ്ഥലം ചോദിച്ചിട്ട് ആരെങ്കിലും തന്നോ? ഞാൻ തന്നടാ. എല്ലാം റെഡാ. റെഡ്? ഇനി ആർക്കും ഗുണ്ടാ പിരിവ് കൊടുക്കരുതെന്ന് റെഡ് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ നീ അനുസരിക്കും അല്ലേ? അവൻ പറഞ്ഞ നീ അനുസരിക്കും അല്ലേ? റെഡ് വേണം, ചീനി വേണ്ട. ചീനി വേണ്ട, ചീനി വേണ്ട. എന്നൊന്നും ചെയ്യരുത്. റെഡിനെ വിളിക്കാൻ ഫോൺ ഡാലി. വിളിക്കടാ അവനെ, എനിക്ക് കാണുന്നു പറ. എന്താടാ ഇത്? ആരോട് ചോദിച്ചാലും റെഡ് റെഡ് എന്നാണല്ലോ പറയുന്നത്. വരട്ടി വെച്ചിരിക്കല്ലേ? ഞാൻ വരട്ടാറില്ല. നിന്റെ വരട്ടൽ കണ്ട് പേടിക്കണ്ടെന്ന് എല്ലാരോടും പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു കാര്യം ആരും വരണ്ടെന്ന് കരുതി പണം കൊടുത്തു. എന്താന്ന് ചോദിച്ചപ്പോ സംഭാവനയാന്ന് പറഞ്ഞു. ഇപ്പൊ അതിന്റെ പേര് മാമൂലാണ് പോലും. പേരാണ് 2, പണം ഒന്നല്ലേ? പണം ഒന്ന് തന്നെയാ. സ്നേഹത്തോട് കൊടുക്കുന്ന ശീലം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചേനെ. പക്ഷെ നീ സമ്പാദിച്ചതെല്ലാം മറ്റേ വഴിക്കായതുകൊണ്ടാ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് വേണം. സ്നേഹിച്ചോ വരട്ടിയോ എന്റെ പണം എനിക്ക് വേണം. ഞാൻ പഴയ ശ്രീനിയായി ജീവിക്കണം. നീ ചെറിയ പയ്യനാ. നിനക്ക് വേര് മുളയ്ക്കുന്നതിന് മുമ്പേ ഞാൻ വിത്ത് വിറച്ചവനാ. അറിയണോ നിനക്ക്? നീ വേരായിട്ടോ വിത്തായിട്ടോ എങ്ങനെ വേണേലും ഇരുന്നു. വേഗം മണ്ണിനടി പോകരുതെന്ന് ഞാൻ പറയും. നന്നായി സംസാരിക്കുന്നുണ്ട്. നീ നന്നായി സംസാരിക്കുന്നുണ്ട്. നിന്റെ കൊച്ചു പ്രായത്തില് ടൗൺ ഹോൾ റോഡിൽ വെച്ച് ചായ വാങ്ങി തരുമോ സാർ? നീ എന്നോട് ചോദിച്ചു. ഞാൻ നിന്റെ ഒരു നോട്ടം നോക്കി ഓർമ്മയുണ്ടോ? അതേ ടൗൺ ഹോൾ റോഡില് 5 രൂപയും 10 രൂപയും ഗുണ്ടാപ്പിരിവ് വാങ്ങിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് നിനക്ക് ഓർമ്മയുണ്ട? ഡേയ്, ആരും എന്നെ ഉപദേശിക്കാൻ വരണ്ട. എനിക്ക് പണമാണ് വേണ്ടത്. അത് തടുക്കാൻ നീ ആരാ? ആരാ? നിന്റെ ശല്യം സഹിക്കുന്നവരില് എന്നെ വിശ്വസിക്കുന്നവനുമുണ്ട്. വിശ്വസിച്ച നീ സഹായിക്കും അല്ലേ? ജീവൻ കൊടുക്കും. റെഡേ, പണക്കാരനെ വിശ്വസിക്കരുത്. അന്ന് അവർ എനിക്ക് സപ്പോർട്ട് ചെയ്തു, ഇന്ന് അവർ നിനക്കാ സപ്പോർട്ട് ചെയ്യുന്നത്. നാളെ അവർ ആർക്കോ. ഒന്നിച്ച് നിൽക്കാം. കിട്ടുന്ന വരുമാനം നമുക്ക് ഷെയർ ചെയ്യാം. എന്ത് പറയുന്നു? അത് ശരിയാവില്ല ശ്രീനി. വേറെ വേറെ ഗ്രൂപ്പാ രക്തം. ഒന്ന് ചേർന്നാ ജീവൻ പോകും. നിന്റെ ജീവനും എന്റെ ജീവനും. റെഡ്, നീ വളർന്നു വരുന്നേ ഉള്ളൂ, സൂക്ഷിച്ചോ. വയസ്സായാലും നിങ്ങൾക്ക് പക്വത വേണം. വേണ്ട, എന്റെ അടുത്ത് വേണ്ട. അത്